അതുകൊണ്ട് ജിസേലിനെ ഇത്ര പെട്ടെന്ന് എവിക്റ്റഡ് ആക്കി എന്നാണ് എനിക്ക് അറിയാത്തത്. ശരിക്കും സങ്കടം തോന്നുന്നു കേട്ടോ. കാരണം കുറേയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആര്യനായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇനി എങ്ങനെ കളിക്കും എന്നൊക്കെ ശരിക്കും ഒന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ. ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതൊക്കെ ഒന്ന് കാണണമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എവിക്റ്റഡ് ആയിട്ട് ബിഗ് ബോസിൽ നിന്നും ജിസേൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. അതായത് ആദ്യം ഗ്രീൻ ലൈറ്റ് ഉള്ളവർ സേവ് ആയിട്ട് ബാക്കി 2 പേര് വന്ന സമയത്ത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിക്കുന്നു. അപ്പോൾ ആര്യനായിരുന്നു ജിസേൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആര്യൻ വരുന്നു. അതുപോലെ തന്നെ ആദിലെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അനുമോളെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ 2 പേരും വന്ന് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവരോട് ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവർ 2 പേരെയും അങ്ങോട്ടേക്ക് വേറൊരു റൂമിലേക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ആദിലാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് എനിക്ക് ഒന്ന് ലാസ്റ്റായിട്ട് നൂറെ ഒന്ന് കാണണമായിരുന്നു, ഇങ്ങനെ ചെയ്യല്ലേ ബിഗ് ബോസ്, ഇത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അവരെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നിട്ട് ആരാണോ ഇന്നായത് അവർ പ്രധാന വാതിലിലൂടെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരാണെങ്കിൽ ആര്യനാണെങ്കിലും അതുപോലെ തന്നെ അനുമോളാണെങ്കിലും പ്രധാന വാതിലിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ അവരത് പറഞ്ഞത് പ്രകാരം അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ വന്നത് ആദിലയായിരുന്നു. അനുമോൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആര്യനാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. എല്ലാവരും സമാധാനിപ്പിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ശരിക്കും ആരോടും വന്ന് യാത്ര പറയാനോ അടുത്തു നിന്ന് യാത്ര പറയാനോ ഒന്നും ജിസേലിന് അവസരം കൊടുക്കാതെ അവർ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നേരിട്ട് ലാലേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകായിരുന്നു ചെയ്തത്. പക്ഷേ ജിസേൽ അങ്ങനെ കരയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജിസേൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ഇല്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഔട്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ജിസേൽ എന്നെ സമ്മതിക്കുന്നുണ്ട്, എനിക്ക് ടാസ്ക് ബേസ് കുറച്ചുകൂടി ഡൗൺ ആയിരുന്നു എന്നിങ്ങനെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ജിസേൽ. അപ്പോൾ ജിസേലിന് ഒരു സങ്കടമില്ല. പിന്നെ വീട്ടുകാരെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആര്യനാണെങ്കിലും കരയുന്നുണ്ട്. അപ്പോൾ ജിസേലാണെങ്കിലും പറയുന്നുണ്ട് ആര്യൻ നന്നായി കളിക്കണം, ആ വീട്ടിൽ ഒരുപാട് മിസ് ചെയ്യുന്നത് ആര്യനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും എന്താ പറയുക, ഒരു അൺഫെയർ എവിക്ഷൻ എന്ന് തന്നെ പറയാം. ജിസേൽ ശരിക്കും ഇപ്പോഴൊന്നും പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കുറച്ചുകൂടി ഒന്ന് നല്ല സ്ട്രോങ് ആയി വരികയായിരുന്നു. ആര്യൻ്റെ ഒരു പ്രശ്നത്തിൽ കുറച്ച് ഡൗൺ ഒക്കെ ആയെങ്കിലും ഇപ്പോൾ അവർ ഇൻഡിവിജ്വലായിട്ടൊന്ന് കളിക്കാൻ തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ഔട്ടാക്കി വിടണ്ടായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ.